ആശാനും ശിഷ്യനും ഏറ്റുമുട്ടിയപ്പോൾ പറഞ്ഞു വരുന്നത് സാക്ഷാൽ 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദും പ്രോഡിജിയായ പ്രജ്ഞാനന്ദയും തമ്മിൽ ഏറ്റുമുട്ടിയ WR ചെസ് മാസ്റ്റേഴ്സ് 2024 ഒരു ടൂർണമെന്റിനെ പറ്റിയാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് പ്രജ്ഞാനന്ദയും ബ്ലാക്ക് കളിക്കുന്നത് സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദുമാണ്. അപ്പോൾ ഈ ഗെയിമിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ഇവിടെ പ്രജ്ഞാനന്ദ E4 വെച്ച് കളി തുടങ്ങുന്നു. ആനന്ദ് E5 കളിക്കുന്നു. നൈറ്റ് F3 കളിക്കുന്നു പ്രാഗ്. നൈറ്റ് C6. ഇവിടെ ആനന്ദിനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് സ്കോച്ച് ഗെയിമിലോട്ട് ഇവിടെ പ്രജ്ഞാനന്ദ കിടക്കുവാണ്. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. ഇവിടെ ക്യൂന് F6 കളിച്ചിട്ട് ക്യൂവിനെ ആദ്യം തന്നെ പുറത്തിറക്കി ഇവിടെ ഈ ഒരു നൈറ്റിലേക്ക് ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുവാണ് ഇവിടെ ആനന്ദ്. പ്രജ്ഞാനന്ദ നൈറ്റിനെ ജസ്റ്റ് പുറകോട്ട് കളിക്കുന്നു. ബിഷപ്പ് C5. അപ്പോൾ ഇതിൻ്റെ ത്രെട്ട് എന്താണ്? ബിഷപ്പും ക്യൂനും കൂടെ ചെയ്തിട്ട് ഈ ഒരു F2 പോണിലേക്ക് അറ്റാക്കാണ്. നൈറ്റ് F4 കളിച്ചിട്ട് ആ ഒരു അറ്റാക്ക് ഇവിടെ നള്ളിഫൈ ചെയ്ത് കളയണം. D6 കളിക്കുന്നു. അടുത്ത ബിഷപ്പിനെ ഓപ്പൺ അപ്പ് ആക്കാനാണ് ഇവിടെ ആനന്ദിൻ്റെ ഉദ്ദേശം. നൈറ്റ് C3. അപ്പോൾ ഐഡിയ ഈ D5 സ്ക്വയറിലേക്ക് 2 നൈറ്റുകളും ഇവിടെ ഏജ് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഈ നൈറ്റിന് ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ ഈ നൈറ്റിന് ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടി നൈറ്റിനെ ഇവിടെ E7 കളിച്ച് ഈ ഒരു സ്ക്വയറും കൂടെ കൺട്രോൾ ചെയ്യുന്നു. ബിഷപ്പ് E2. സാധാ പോലെ ക്യാസിൽ ചെയ്യാനാണ് ഇവിടെ പ്രാഗിന് ശ്രമം. ബിഷപ്പിനെ B4 കളിച്ച് ഒരു പക്ഷേ ഇവിടെ A3 പോലത്തേക്ക് മൂവ് കളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ബിഷപ്പ് ഇൻറ്റു C3 ചെക്ക് കളിച്ചിട്ട് തിരിച്ചു വെട്ടുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? ക്വീൻ ഇൻറ്റു C3 ചെക്ക് വരാം. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നത് ആനന്ദ്, ബിഷപ്പിനെ B4 കളിക്കുന്നത്. പക്ഷെ പ്രജ്ഞാനന്ദ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. ആനന്ദ് എന്തായാലും നൈറ്റിനെ വെട്ടുന്നു, തിരികെ എടുക്കുന്നു. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഈ പോണിന് നേരെ നിന്ന് വെട്ടുന്നത് ഇവിടെ ആനന്ദിന് ഡേഞ്ചറസ് ആണ്. ആനന്ദ് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യണത്. എന്തുകൊണ്ടാണ് ഈ ഒരു പോണിനെ എടുക്കുന്ന ഡേഞ്ചറസ് എന്ന് പറയുന്നത്? കാരണം വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു റൂക്കിനെ ഒരു B1 കളിച്ചെന്ന് വെക്കുക. ഇവിടെ ആനന്ദ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബിഷപ്പ് B2 വന്നിട്ട് ആ ഒരു ബിഷപ്പ് ഭയങ്കര പവർഫുൾ ആയി പോകും. ആ ബിഷപ്പ് ഈ ഒരു ചെസ് ബോർഡ് റൂൾ ചെയ്യുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഫ്രീ ആയി കിട്ടുന്ന പോണിനെ ഇവിടെ ആനന്ദ് എടുക്കുന്നില്ല, അതിന് പകരം ക്യാൻസൽ ചെയ്യുവാണ്. റൂക്ക് B1 ഇവിടെ കളിക്കുന്നു. ഈ ഒരു പോൺ ഒട്ടും വീക്ക്നെസ് അല്ല. തക്കമായ അവസരത്തിൽ C4 ഒക്കെ പുഷ് ചെയ്തിട്ട് ഈ ഒരു ബിഷപ്പിനെ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ക്യൂവിനെ E5 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ E4 പോണിലേക്ക് ഇവിടെ അറ്റാക്കാണ്. ബിഷപ്പിനെ D3 കളിക്കുന്നു. ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല റൂക്ക് B5 പോലത്തെ ലിഫ്റ്റ് നടത്തി ക്യൂവിനെ ഓടിക്കാനാണ് ഇവിടെ പ്രജ്ഞാനന്ദയുടെ ഐഡിയ. ആനന്ദ് A6 കളിച്ചിട്ട് ആ ഒരു ഐഡിയ ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ റൂക്കിന് ഇപ്പോൾ ഇവിടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ B5 സ്ക്വയർ ഈ ഒരു പോൺ ഇവിടെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ആനന്ദ്. അപ്പോൾ പ്രജ്ഞാനന്ദ എങ്ങനെയാണ് ഈ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നത്? C4. അപ്പോൾ ഇതുവരെ വീക്ക്നെസ് ആയിരുന്ന പോണിനെ പുഷ് ചെയ്തിട്ട് പ്രജ്ഞാനന്ദ ബിഷപ്പിനെയും കൂടെ ഇവിടേക്ക് കളിയിലേക്ക് കൊണ്ടുവന്ന് ആനന്ദിൻ്റെ കിങ് സൈഡിലേക്ക് അറ്റാക്ക് നടത്താനാണ് ഇവിടെ പ്രജ്ഞാനന്ദൻ്റെ ശ്രമം. ഇവിടെ പോണിനെ F5 കളിക്കുവാണ് ഇവിടെ ആനന്ദ്. ഒരുപക്ഷെ കുറച്ചും കൂടെ നല്ലൊരു നീക്കം ക്യൂൻ C5 കളിച്ചിട്ട് ഈ ഒരു പ്രഷർ അതുപോലെ തന്നെ നിലനിർത്തുകയാണ്. പക്ഷേ ഇവിടെ ഗെയിമിൽ പോണിനെ F5 കളിക്കുന്നു. ആനന്ദിൻ്റെ ഐഡിയ ഇവിടെ ഈ നൈറ്റിനും തക്കമായ അവസരത്തിൽ ഈ ബിഷപ്പിനും ഒക്കെ തിരിച്ച് ആക്റ്റീവ് ആവാം. ഇതൊക്കെയാണ് ഇവിടെ ആനന്ദ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രജ്ഞാനന്ദ ജസ്റ്റ് ആ ഒരു പോണിനെ വെട്ടുന്നു. കാരണം ഇവിടെ ജസ്റ്റ് റൂക്ക് E1 കളിച്ച് കഴിഞ്ഞിട്ട് ക്യൂനിലേക്കും നേരിട്ടൊരു ഓപ്പൺ ഫയലും കൂടെ ഇവിടെ ഒരു റൂക്കിന് കിട്ടുകയാണ്. പക്ഷേ നേരിട്ട് ഈ പോണിനെ എടുക്കുന്നതിന് പകരം ക്യൂവിനെ F6 കൊണ്ടുവരുവാണ് ആനന്ദ്. ഇപ്പോൾ ഓൾറെഡി ഈ പോൺ എവിടെയും പോകുന്നില്ല, കാരണം ഒരുപാട് രീതിയിൽ ത്രെഡ്സ് ഉണ്ട്. പക്ഷേ പ്രജ്ഞാനന്ദ ഇവിടെ സർപ്രൈസ് ചെയ്യുകയാണ്. പോൺ G4 കളിച്ച് F5 പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ശരിയാണ്, കിങ് സൈഡ് തുറന്നിടുകയാണ്. പക്ഷേ പ്രജ്ഞാനന്ദയ്ക്ക് ഇവിടെ ആവശ്യത്തിലധികം കൗണ്ടർ പ്ലേകളുണ്ട്. G6 കളിച്ചിട്ട് F5 പോണിനെ ചലഞ്ച് ചെയ്യാൻ നോക്കുന്നു. പ്രജ്ഞാനന്ദ നൈറ്റ് D5 കളിക്കുന്നു. ഇവിടുത്തെ ത്രെഡ്സ് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. നൈറ്റ് D5 കളിച്ചിട്ട് ക്യൂവിന് ഒരു കൊട്ടു കൊടുക്കുന്നു. അപ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നൈറ്റാണ്. എന്ത് ചെയ്യും? നൈറ്റ് വെച്ച് ആ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. പോൺ വെച്ച് വെട്ടിയെടുക്കുന്നു. ഇവിടെ നൈറ്റിനെ നല്ലൊരു സെൻട്രൽ സ്ക്വയറിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു പവർഫുൾ ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ പ്രജ്ഞാനന്ദ ഭയങ്കര കൂളായിട്ട് F4 എന്ന് പറഞ്ഞ മൂവ് കളിക്കുകയാണ്. ബിഷപ്പ് പൊക്കോട്ടെ, എനിക്ക് അറ്റാക്ക് ചെയ്യാൻ അത് ആവശ്യമില്ല. എന്തായാലും ബിഷപ്പിനെ എടുത്തു. ക്യൂൻ വെച്ച് തിരികെ എടുത്തു. പോൺ വെച്ചെടുത്തു. അപ്പോൾ ഇനി പോൺ വെച്ച് തിരികെ എടുത്തു കഴിഞ്ഞാൽ അത് അത്ര നല്ല ഐഡിയ അല്ല. കാരണം എന്താണ്? ബിഷപ്പിൻ്റെ F5 വന്നിട്ട് ഇവിടെ ബിഷപ്പ് ആക്റ്റീവ് ആവുന്നതാണ്. പ്രജ്ഞാനന്ദ സൈലൻ്റ് ആയിട്ട് പോണിനെ G5 കളിച്ചിട്ട് ഈ ഒരു ക്യൂവിന് ഒരു കൊട്ടു കൊടുക്കുന്നു. അപ്പോൾ ക്യൂൻ G6 തന്നെ നിൽക്കണം. ഇവിടെയാണ് ഈ ഒരു ബിഷപ്പ് ആശാൻ്റെ ഒരു കളി തുടരുന്നത്. ഇവിടെ ബിഷപ്പ് B2 കളിച്ചിട്ട് ഈ ഒരു ലോങ് ഡയഗണൽ ഇവിടെ
അടങ്ങി വാഴുകയാണ് ഈ പ്രജ്ഞാനന്ദയുടെ ബിഷപ്പ് D7. അപ്പോൾ ബാക്കിയുള്ള പീസുകളൊക്കെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കിങ് ഡിഫെൻഡ് ചെയ്യാൻ ഇവിടെ ആനന്ദ് നോക്കുന്നു. ക്യൂവിനെ C3യിലേക്ക് കളിക്കുന്നു ഇവിടെ പ്രജ്ഞാനന്ദ. ഇപ്പോൾ തൽക്കാലം ഇവിടെ ചെക്ക് മേറ്റ് ത്രെട്ട് ഒന്നുമില്ല, കാരണം ഇങ്ങനെ വന്ന ചെക്ക് മേറ്റ് ഒന്നും ആവില്ല, കാരണം കിങ്ങിന് ഇങ്ങോട്ടേക്ക് ഓടിപ്പോകും. പക്ഷേ ഈ ഒരു C7 പോണിലൊക്കെ അറ്റാക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് C5 ഇവിടെ കളിക്കുവാണ് ഇവിടെ ആനന്ദ്. പക്ഷേ ഇതൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. പ്രജ്ഞാനന്ദ ഈ പൊസിഷനിൽ കളിക്കുന്നത് റൂക്ക് F3 പൊസിഷനിലെ ഏറ്റവും ബെസ്റ്റ് മൂവാണ് പ്രജ്ഞാനന്ദ കളിക്കുന്നത്. ഐഡിയ വളരെ വ്യക്തമാണ്. റൂക്കിനെ H3യിലോട്ട് മൂവ് ചെയ്യുക, മോഡിലേക്ക് വന്നിട്ട് ഈ ഒരു G7 സ്ക്വയർ, ഇപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്ന ക്യൂവിനെ അവിടെ ഓടിച്ചു കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റും. റൂക്കിന് സൈഡിലേക്ക് വരാം, മുകളിലേക്ക് കയറി ക്യൂവിനെ ഓടിച്ച് ചെക്ക് മേറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെ സിസ്റ്റമാറ്റിക്കുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്ലാനാണ് ഇവിടെ പ്രജ്ഞാനന്ദയ്ക്കുള്ളത്. H5 കളിച്ചിട്ട് റൂക്കിൻ്റെ ഇങ്ങോട്ടേക്കുള്ള വിളയാട്ടം തടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ആനന്ദ് H5 കളിക്കുന്നത്. പക്ഷെ പ്രജ്ഞാനന്ദ എന്തായാലും റൂക്ക് H3 കളിച്ചു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്നാലും ഇതിലേക്ക് കിടക്കുമെന്നാണ് പ്രജ്ഞാനന്ദ ചിന്തിക്കുന്നത്. കിങ് F7 കളിച്ചിട്ട് ഇവിടെ ആനന്ദ് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇവിടേക്കൊക്കെ പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അറ്റാക്കിനെ തടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ പ്രജ്ഞാനന്ദ ഇതെല്ലാം കണ്ടിരുന്നു. റൂക്ക് ടേക്സ് H5, റൂക്കിനെ അവിടെ സാക്രിഫൈസ് ചെയ്യണം. ആനന്ദ് ആ ഒരു റൂക്കിനെ എടുക്കുന്നില്ല, പകരം റൂക്ക് G8 ആണ് കളിക്കുന്നത്. എന്തുകൊണ്ട് റൂക്കിനെ എടുത്തില്ല എന്ന് നോക്കാം. റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ ക്വീൻ F6 ചെക്ക് വരും. അപ്പോൾ കിങ് ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഒറ്റ മൂവിൽ ചെക്ക് മേറ്റ് ആയി പോകും. അതുകൊണ്ട് കിങ് ഇവിടേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ റൂക്ക് വെച്ചൊരു ചെക്ക് വരുന്നു. ഇവിടെ ഓൺലി മൂവ് ബിഷപ്പ് ഇടയിൽ വരാമെന്നേ ഉള്ളൂ. ഇവിടെ റൂക്ക് ടേക്സ് ബിഷപ്പ് ചെക്ക് വരും. കിങ് മാറിക്കഴിയുമ്പോൾ റൂക്ക് E7 ചെക്ക്. അപ്പോൾ ഇനി എവിടേക്ക് പോയിട്ടും കാര്യമില്ല, C8ലോട്ടോ D8ലോട്ടോ പോയാൽ. ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മെയ്റ്റാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല, ആകെ ഈ ഒരു ക്യൂവിന് ഇടയിൽ വരാമെന്നേ ഉള്ളൂ. ഇത് നേരെ മെയ്റ്റിലോട്ട് പോകും. ഇത് ഏത് രീതിയിൽ കളിച്ചാലും ഇത് തന്നെ വരും. ഇനി കിങ് D8ലോട്ട് പോയി കഴിഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും. ഇവിടെയും ക്യൂവിന് ഇടയിൽ വരേണ്ടി വരും. അപ്പോൾ എന്താണ്, ഇതും ചെക്ക് മെയ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നേരിട്ട് ആ റൂക്കിനെ എടുക്കാതിരുന്നത്. പകരം ആനന്ദ് റൂക്കിനെ G8ലോട്ട് കളിക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ കിങ് F2 കളിക്കുന്നു. ഇതിനുശേഷം ഇവിടെ ആനന്ദ് വെറും 26ാമത്തെ പ്രജ്ഞാനന്ദയുടെ നീക്കത്തിൽ ആനന്ദ് ഇവിടെ റിസൈൻ ചെയ്യാണ്. കാരണം എന്താണ്, ഇവിടെ ആനന്ദിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ആകെ ഉറങ്ങി കിടക്കുന്ന ഈ റൂക്കിനെയും കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, ഈ ഒരു ഡേഞ്ചറസ് ഡയഗണിൽ നിന്ന് മാറുകയും ചെയ്തു. അതൊന്നും തന്നെ കളിക്കേണ്ടായിരുന്നില്ല പ്രജ്ഞാനന്ദയ്ക്ക്. ജസ്റ്റ് റൂക്ക് H6 പോലത്തെ മൂവ് കളിച്ചാലും മതിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ നേരിട്ട് റൂക്ക് H6 കളിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, ഇവിടെ സഡൻലി ഇവിടെ ബ്ലാക്ക് ഇവിടെ വിന്നിങ് ആയി പോകും. എങ്ങനെയാണ്, ഈ ഒരു റൂക്കിനെ വെട്ടിയെടുക്കാം. കാരണം ഇപ്പോൾ തിരിച്ച് ക്യൂവിനെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, റൂക്ക് കിങ്ങോട്ട് ലൈനപ്പാണ്. അപ്പോൾ ഈ ഒരു ബ്ലണ്ടർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മുന്നറിയിപ്പ് പോലെ, ഒരു മുൻകരുതൽ പോലെ കിങ് F2 ആയിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും തന്നെ ആനന്ദിന് കളിക്കാനില്ല. അതുകൊണ്ട് ആനന്ദ് റിസൈൻ ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇവിടെ റൂക്കിനെ എടുത്തുവിടാം. ഈ പൊസിഷനിലും റൂക്കിനെ എടുക്കാൻ പറ്റില്ല. ക്വീൻ F6 ചെക്ക് വരും. കിങ് E8 പോയി കഴിയുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ റൂക്ക് കളിയിൽ വരും. റൂക്ക് E1 ചെക്ക് വരും. ബിഷപ്പിന് E6ലോട്ട് കളിക്കുമ്പോൾ വീണ്ടും ചെക്കായിട്ട് കണ്ടിന്യൂ ചെയ്യും. റൂക്കിൻ്റെ E6 ചെക്ക്. കിങ് D7ലോട്ട് പോകും. റൂക്ക് E7 ചെക്ക്. അപ്പോൾ കിങ് ഇനിയിപ്പോൾ എങ്ങോട്ട് പോയാലും കാര്യമൊന്നുമില്ല, പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഈ പൊസിഷനിൽ ആദ്യം കളിക്കാൻ പോകണ ക്വീൻ E6 ചെക്ക്. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ ചെയ്യണത്, ഓടി രക്ഷപ്പെടാൻ കിങ്ങിനെ ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഒറ്റ മൂല ചെക്ക് മേറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും അവോയ്ഡ് ചെയ്യുന്നു. കിങ് B8 പോയെന്ന് വയ്ക്കുക. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ഈ റൂക്കിനെ വെട്ടി ചെക്ക് കൊടുക്കണോ, അതൊന്നും അല്ല കളിക്കാൻ പോകണം. ക്വീൻ D6 ചെക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും കിങ്ങിനെ ഇങ്ങോട്ടേക്ക് ഓടുന്നു. വീണ്ടും ആ പോണിനെ അങ്ങ് വെട്ടിയെടുക്കുന്നു. കിങ് B8 കളിച്ചു കഴിഞ്ഞാലോ ബിഷപ്പ് E5 വെച്ചിട്ട് ഒരു കിടിലൻ ചെക്ക് മേറ്റ് ഇവിടെ പ്രജ്ഞാനന്ദയ്ക്ക് ഡെലിവറി ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് 26ാമത്തെ മൂവിൽ ആനന്ദ് തോൽവി സംഭവിച്ചത്. അപ്പോൾ നേരത്തെ ഇവർ തമ്മിൽ ഒരു മാച്ച് നടന്നപ്പോൾ ക്ലാസിക്കൽ ഗെയിംസ് ഒക്കെ ഡ്രോ ആയി, നേരത്തെ ഗെയിമൊക്കെ ഡ്രോ ആയപ്പോൾ പണ്ട് 2018 ടാറ്റ സ്റ്റീൽ ടൂർണമെൻറ്റിലൊക്കെ കളിച്ചപ്പോൾ ആനന്ദ് ഇവിടെ പ്രജ്ഞാനന്ദയെ തകർത്തതായിരുന്നു. പക്ഷേ പ്രജ്ഞാനന്ദ തിരിച്ചു വന്ന് ഒരു ആശാനെതിരെ ഒരു ശിഷ്യൻ കളിച്ച ഒരു നല്ലൊരു ഗെയിമായിരുന്നു ഇത്. മാത്രമല്ല ആനന്ദ് ഈ ഒരു ഗെയിമിന് ശേഷം എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം, ആനന്ദ് വളരെയധികം പ്രൗഡായിരുന്നു പ്രജ്ഞാനന്ദയുടെ ഈ ഒരു പെർഫോമൻസിൽ. അപ്പോൾ നല്ലൊരു ആശാന് ഒരു ഗുരുദക്ഷിണ പോലെയാണ് ഈ വിജയം. അപ്പോൾ ഈ ഗെയിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.